ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് വ്ലോഗാണ് ഫീച്ചറിങ് മഷ്റൂം മസാല. ഞാനിന്ന് വൈകിട്ട് നെറ്റ്ഫ്ലിക്സിൽ എന്ത് കാണുന്ന കൺഫ്യൂഷൻ അടിച്ചിരിക്കുമ്പോഴാണ് രാത്രി എന്തുണ്ടാക്കാമെന്നൊരു ആലോചന വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു മഷ്റൂം മസാല ഉണ്ടാക്കാം. നല്ലൊരു അടിപൊളി റെസിപ്പി എനിക്കറിയാം, അപ്പോൾ അത് നിങ്ങളോടും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ലെറ്റ്സ് സീ ഇറ്റ്. നെറ്റ്ഫ്ലിക്സ് നോക്കിയപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും കാണാനില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കിച്ചണിൽ പോയിട്ട് നമുക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന്. തന്നെ ഈ മഷ്റൂം മസാല ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങൾ ആവശ്യം വരുമെന്ന് പറയാം. കാരണം എന്തൊക്കെ ആവശ്യമുള്ളത് നേരത്തെ തന്നെ എടുത്തു വയ്ക്കാമല്ലോ. പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും ഇല്ലെങ്കിൽ പിന്നെ അത് സംഘടിപ്പിക്കാം. ഇത് സിമ്പിൾ റെസിപ്പിയാണ്. ആദ്യം തന്നെ മഷ്റൂം എടുക്കുക, അത് നന്നായിട്ട് വാഷ് ചെയ്ത് വെക്കുക. ബാക്കി നമുക്ക് സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇങ്ങനെയൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാവുന്ന സാധനങ്ങളാണ് കിച്ചണിൽ. പിന്നെ 2 തക്കാളി എടുത്തിട്ടുണ്ട് ഞാൻ. അത് റഫ്ലി ചോപ്പ് ചെയ്താൽ മതി. പിന്നെ ഞാൻ ആദ്യം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായി. അപ്പോൾ നമുക്ക് തക്കാളിയും കശുവണ്ടിയും കൂടെ ഒന്ന് അരച്ചെടുക്കാമല്ലോ. പിന്നെ നമ്മുടെ സാധാരണ മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ തന്നെ വേണ്ടു. ആദ്യം തന്നെ ഞാൻ കാഷ്യൂനട്ടും തക്കാളിയും കൂടി മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുത്തു. ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരയണം. പിന്നെ ആദ്യം തന്നെ കാഷ്യൂനട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച കാരണം അത് എളുപ്പമായി. ഇതേ കണ്ടല്ലോ, ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഇഞ്ചി, പച്ചമുളകൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് വേപ്പില വേണം. പിന്നെ മെയിൻ കാര്യം, ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ മെയിൻ കാര്യമാണ് നമ്മുടെ സവാള. നമ്മൾ ബിരിയാണിക്കൊക്കെ ചെയ്യണ പോലെ വറുത്ത് വെക്കുക. ഞാനിപ്പോൾ ഒരു 3 സവാളയാണ് ഇത് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞാൽ സിമ്പിളാണ്. നമ്മൾ മഷ്റൂമിലേക്ക് നമ്മൾ അരച്ച് വെച്ച് ഈ സവോള വറുത്ത് ഇത്തിരി വെള്ളം കൂട്ടി അരച്ച് വെക്കുക, അത് ഇതിലേക്ക് ചേർക്കുക. അതിനുശേഷം നമ്മൾ തക്കാളിയും കാഷ്യൂനട്ടും പേസ്റ്റ് പോലെ അരച്ചില്ലേ അതും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മളതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ ഒരു 20 മിനിറ്റ്സ്. വേപ്പിലയും കൊണ്ട് ചേർക്കണം കേട്ടോ. കറി ലീവ്സ് നമുക്ക് ചേർത്താൽ നന്നായിരിക്കും. അതിനുശേഷം നന്നായിട്ട് ഇത് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. 20 മിനിറ്റ്സ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഒരു പാനിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് മസാല ഉണ്ടല്ലോ, ഹോൾ മസാല നമ്മൾ ആഡ് ചെയ്യാം. പെരിഞ്ചീരകം, പട്ട, ഗ്രാമ്പു അങ്ങനത്തെയൊക്കെ നമ്മൾ ആഡ് ചെയ്ത്. ഇനി ഇതിലേക്ക് ഇടുന്നത് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ്. അതിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം. ഈ ടൈമിൽ നമ്മളൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. അതിനുശേഷം ഇതൊന്നും പച്ചമണം മാറുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ട് മാരിനേറ്റ് മഷ്റൂമൊക്കെ ഉണ്ടല്ലോ അത് നമ്മൾ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് വേറെ നമുക്ക് പണികളൊന്നുമില്ല. ഇത് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ്സ് കഴിയുമ്പോൾ തുറന്നു നോക്കുക. മഷ്റൂം കുക്കായി കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി മഷ്റൂം മസാലയാണ് റെഡി ആയിരിക്കുന്നത്. അത് നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നല്ല നമുക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസി ആക്കിയിട്ട് വേണം നമുക്ക് ഓഫ് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു സിമ്പിൾ യെറ്റ് ടേസ്റ്റി റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്യണം. ചപ്പാത്തി, ബ്രെഡ്സ് എല്ലാം കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കണം. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാനിത് ചപ്പാത്തിയുടെ കൂടെയാണ് കേട്ടോ കഴിച്ചത്. ഇന്നത്തെ ഈവനിങ് പരിപാടി എന്ന് പറഞ്ഞാൽ മെയിൻലി ഇത് ഉണ്ടാക്കലായിരുന്നു. നമുക്ക് മഷ്റൂംസ് ഉണ്ടായാൽ പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാനാണ്. അതിനുശേഷം ഞാൻ കുറച്ച് മാംഗോ ജ്യൂസ് കുടിച്ചു. സ്പൈസി അല്ല അധികം, എന്നാലും. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.